എവിടെ ചേട്ടാ? ഞാൻ ഇവിടെ ചേട്ടാ കാണാം. വൈകുന്നേരം ശരിയാക്കട്ടെ. അപ്പം ശരി എന്നാ കാണാം. ചേട്ടോ വാടക തന്നില്ല. വാടക തന്നില്ല. അപ്പം അയാളും വാടക തന്നില്ല. ചേട്ടാ അതെന്റെ കൂട്ടുകാരനാ. ഞാൻ നിന്റെ കൂട്ടുകാരനല്ല. എൻ്റെ വീട് അറിയൂലേ നീ? ഏത്? എനിക്കറിയില്ല. ആണാ? അത് ശരിയാ. ചേട്ടാ കൂട്ടുകാരനും സ്വന്തം ബന്ധമൊന്നും ഇത് ഇല്ല. എൻ്റെ അരിപ്രശ്ന ചേട്ടൻ വാടക. നീ അത് പറയണം. അതാണ് നീ പറയേണ്ടത്. അതൊന്നും അതിലില്ലല്ലോ. ഞാൻ വാടകയ്ക്ക് നിന്നെ വിളിച്ച വണ്ടിയിൽ എന്നോട് ചോദിക്കാതെ നീ എന്തിനാ നിന്റെ സ്വന്തക്കാരനെ കയറ്റിയത്? ചേട്ടാ അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരനാണെന്ന്. അപ്പൊ ഞാൻ വിളിക്കുന്ന വണ്ടിയിൽ നിന്റെ കൂട്ടുകാരനെ യാത്ര ചെയ്യാനുള്ളതല്ല. ചേട്ടൻ വണ്ടിയുടെ വാടക തന്നിട്ട് പോയാൽ മതി. നീ വർത്താനൊന്നും പറയണ്ട. എത്ര നിന്റെ വാടക? 100 രൂപ തന്നാ മതി. അത്രയല്ലേ ഉള്ളൂ? 50 രൂപ. ചേട്ടാ ഇത് 50 രൂപയേ ഉള്ളൂ. 50 രൂപ 50 രൂപ അവൻ തരുമല്ല. എവിടുന്ന് വരുന്നതാ ഇതൊക്കെ? അടുത്താണ് കളിയേ. അവനെ എൻ്റെ അടുത്താണ് കളി ഇറക്കണം. ആ വാസുട്ടി അവിടെ ഇരിക്കാണ്. അത് കൊള്ളാം. അല്ല എന്ത് പരിപാടി അത്? ജെസ്സി അവിടെയാണ്. ഞാനും അവളും കൂടി ഒന്നിച്ചാ വരാനിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് അവളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഒരു വിളി വന്നു. ആ പെണ്ണിന്ന് ലീവായിന്നേ. അപ്പൊ ഇന്നൊരു കല്യാണ വർക്ക് അവളെ ഏറ്റിട്ടുണ്ടായി. ആ പണിക്കാരത്തി പെണ്ണാണെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചിട്ടാണ് ലീവ് പറയണത്. പിന്നെ അവൾ അവിടെ ചെന്നത് ചെയ്തിട്ട് ഒരു ഓട്ടോ ഇങ്ങോട്ട് പോര്, ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്ന് ചങ്ങായി, നിങ്ങളെല്ലാവരും കൂടി വരുന്നു വിചാരിച്ചിട്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇങ്ങനെ വരുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഈ സാധനങ്ങളൊക്കെ അവിടെ കെട്ടി പോയിട്ട് തരൂട്ടാ. അല്ലാന്ന് ജെസ്സി വരും. അവൾ അരമണിക്കൂറിനുള്ളിൽ വരും. ആ കാര്യം പേടിക്കണ്ട. വന്നാ മതി. മല്ലികേ എന്നാ ഇതാകെ വെച്ചോ. ഇതൊരു കേക്കാണ്. അതൊന്നും സാരില്ല. അവളിപ്പോ ഇങ്ങോട്ട് എത്തും. ഞാനിങ്ങോട്ട് നേരത്തെ പോന്നതാണ്. അച്ഛമ്മ ഓടി ഓടി മടുത്ത് എന്നെ കൊണ്ട് വയ്യ. എന്റെ ദൈവമേ, തട്ടി മറിച്ചുകൊണ്ട് ഈ പിള്ളേർ എന്തോന്ന് കാണിക്കുന്നത്? ഓടിപ്പിച്ചതാ ഞാൻ. എന്റെ പൊന്നു മല്ലിയെ ആളുകൾ വളരെ നേരമായി. പിള്ളേർക്ക് കുളിക്കാൻ പറ. എന്തോ നാടായത്? പോയി കുളിക്കണം. കരുതല പറയരുത്. അല്ല നീ ഇവിടെ നിപ്പോണ്ടായിരുന്ന? നീ എപ്പോ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നിന്റെ പെണ്ണുപിള്ള വന്നില്ല? അവള് വരും. ഒരു ചെറിയ വർക്ക് ഉണ്ട്. ഇപ്പൊ വരും. പിള്ളേര് കുളിക്കാൻ പറഞ്ഞാ കുളിക്കത്തില്ല. പിന്നെ എന്തോ ചെയ്യും? എടാ അച്ഛമ്മ പറയണേക്ക് ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അവനെ തേച്ചൊരിച്ചൊന്ന് കുളിപ്പിച്ചേ. ചെല്ലി പല്ലും തേച്ചോട്ടാ. ആ അതെങ്ങനെയാണ്? അച്ഛൻ കുളിച്ചാലേ മക്കള് കുളിക്കുള്ളൂ. ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കില്ലാന്ന്. അല്ല പരീക്ക വന്നില്ലേ? ഭാര്യയെക്കുട്ടിയെ ഞാൻ രാവിലെ മുതൽ വിളിക്കാണ്. ഇതാ ഇറങ്ങന്ന് പറയുന്നുണ്ട്. ഞാൻ വിളിച്ചപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞു. എവിടുന്ന് ഇറങ്ങണ? ചന്ദ്രനോ? മറ്റേ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ബീവി